ഞാൻ നിങ്ങൾക്കൊരു നല്ല എക്സ്പെൻസീവായിട്ടുള്ളൊരു ഗോസ്റ്റ് ഹൗസ് കാണിച്ചു തരാം. ബാ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ വെറുതെ ഒരു 4-5 കോടി രൂപ നഷ്ടപ്പെടുത്തിയ ഒരു പ്രോജക്റ്റാണ്. ഇത് എല്ലാം നശിച്ചു പോയി. ഒരു മനുഷ്യൻ പോലും ഒരു ദിവസം പോലും ഇത് ഉപയോഗിക്കാതെ ഈ സംഭവം നശിച്ചു പോയി. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നോക്കിയേ, ഇതെല്ലാം ഇതിൻ്റെ സീലിങ്ങും അങ്ങനെ എല്ലാം നാമാവശേഷമായി പോയ ഗവൺമെൻറ്റിൻ്റെ 4 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫർമേഷൻ സെൻറ്റർ വരെ ഞാൻ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ രവീസ് പഴയ ലീല ഹോട്ടലിൻ്റെ ഉള്ളിലായിട്ടാണ് ഇൻഫർമേഷൻ സെൻറ്റർ വരുന്നത്. അപ്പം ആ കയറി അങ്ങോട്ട് ചെല്ലുന്നത് ഈ പറയുന്ന ഹോട്ടൽ രവീസിൻ്റെ റോഡ് അങ്ങോട്ട് കയറി ചെല്ലുമ്പം സൈലൻറ്റ് വാലി സൺ ബാത്ത് പാർക്ക് എന്നൊരു ബോർഡ് ഞാൻ കണ്ടു. അപ്പം ബോർഡ് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായി. എന്താണ്, ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല കേട്ടോ. നേരത്തെ വാർത്തയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നോക്കിയപ്പോഴത്തേന് അതിനകത്തോട്ട് നോക്കിയപ്പോഴത്തേന് കുറേ ബിൽഡിങ്ങുകൾ വെച്ചിട്ടിട്ട് വളരെ നല്ല രീതിക്ക് വെച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാനെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ്. ഒരു ദിവസം പോലും അത് യൂസ് ചെയ്തിട്ടില്ല. അതിന് കാരണം പറയുന്നത് കൊറോണയാണ്. അപ്പോൾ കൊറോണയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലുകളിലുണ്ടായിരുന്നു, നമ്മുടെ എല്ലാം വീടുകൾ കൊറോണയ്ക്ക് മുന്നേ ഉള്ള വീടുകൾ, അതിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ഈ ഒരു ബിൽഡിങ്ങിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ബിൽഡിങ് വളരെ 4 കോടി രൂപ ചിലവിട്ട ഈ ബിൽഡിങ് ഇനി ഒരു മനുഷ്യന് പട്ടിക്ക് പോലും കയറി കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന 4 കോടിക്കൊന്നും ഇപ്പം വിലയില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ പതിയെ പ്രോജക്റ്റുകൾ കൊണ്ടുവരാൻ മാത്രമേ ഇവർക്കെല്ലാം ഒരു ശുഷ്കാന്തിയുള്ളൂ. അത് മുന്നോട്ട് റണ്ണിങ് ആക്കുക, ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ, അതുപോലെ തന്നെ വിദേശ സഞ്ചാരികൾക്ക് ഉപകാരപ്രദമാകട്ടെ. ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് കുറച്ച് പൈസ കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു വരുമാന മാർഗം തന്നെയാണ്. കാരണം കോവളത്ത് എവിടെയാണെങ്കിൽ തന്നെയും നമുക്ക് പോയി കഴിഞ്ഞാൽ അപ്പം ഈ പറയുന്ന വലിയ പൈസ കൊടുക്കാതൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു റൂം അത് സെറ്റ് ചെയ്യാമായിരുന്നു. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. വന്നിരിക്കാനുള്ള പാർക്കായാലും നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഇത് തുറന്നു കൊടുത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഗവൺമെൻറ്റിന് പറ്റിയ എല്ലാം അങ്ങ് ഓരോന്നിനെ പഴിചാരിയാൽ മാത്രം പോരാ. ഇത് ഒരു പ്രോജക്റ്റ് കൊണ്ടുവരും ആൾക്കാർക്ക് എത്രമാത്രം ഉപകാരപ്പെടും. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ അവസ്ഥ നോക്കി. ഇത് ഇങ്ങനൊരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നേക്കാളും കുറേ ആൾക്കാർക്ക് താമസിക്കാനെങ്കിലും ഇത് കൊടുക്കും. അപ്പോൾ ഇത്രയും നല്ലൊരു സ്പേസിനെ കുറേ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇതൊന്നും ചെയ്യണ്ടായിരുന്നു. കുറേ കൽപ്പടവുകൾ മാത്രം ചെയ്താൽ മതിയായിരുന്നു ആൾക്കാർക്ക് ഇരിക്കാനായിട്ടൊക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് സ്വകാര്യ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഇത് നശിപ്പിച്ച് കളഞ്ഞതാണോ എന്നും പറയാൻ പറ്റത്തില്ല. ആരെയും സ്വാധീനിക്കുന്നത് വേണ്ടിയിട്ട്, ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ വേണ്ടി ഇതിനെ നശിപ്പിച്ച് കളഞ്ഞാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് എന്തായാലും ആർക്കും സഹിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിക്ക് പണി ചെയ്തൊരു ബിൽഡിങ്ങിനെ യാതൊരു സംരക്ഷണവും ഇല്ലാതെ കളഞ്ഞു, വെറുതെ നഷ്ടപ്പെടുത്തി. ഇത് കോവളത്ത് വരുന്ന സഞ്ചാരികൾക്ക് വെറും റൂമിനെങ്കിലും റെൻറ്റിന് കൊടുത്തായിരുന്നെങ്കിൽ കുറേയൊക്കെ എന്താണ് പറയുന്നത്, ഉപയോഗപ്പെടുത്താമായിരുന്നു. വളരെ മോശമല്ലാത്ത രീതിയിലുള്ള പൈസയും കിട്ടിയേനെ. അപ്പോൾ അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നതിൽ മാത്രമാണ് അവർക്കെല്ലാം താല്പര്യം. എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു പിടിയുമില്ല. വെറുതെ നശിച്ചു പോയി. ഒരു ഉപയോഗമില്ലാതെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ആൾക്കാരെ കയറ്റാതെ ഇത് നഷ്ടപ്പെടും. ഇങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ കണ്ണിൽ പെടാത്തതുണ്ട് കേട്ടോ. അവർക്കെല്ലാം ഇത് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുക, കുറച്ച് പൈസ വാങ്ങിക്കുക, എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുക, ഇനാഗുറേഷൻ നടത്തുക. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുന്നോട്ടുള്ള റണ്ണിങ് ഒന്നുമില്ല. ആർക്കും ഇത് പ്രയോജനപ്പെട്ടിട്ടില്ല. അപ്പം 4 കോടി രൂപ ആർക്കോ വേണ്ടിയിട്ട് ഇത് വെറുതെ കളഞ്ഞതാണ്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ ആയാലും അടിച്ചുകൊണ്ട് പോയി കാണും. എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നിർമ്മിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ ഒരു ഫാനൊക്കെ നോക്കി ഉപയോഗിക്കാതെ അതൊക്കെ മോശപ്പെട്ടു പോയ അവസ്ഥയിൽ. അത് പുറത്തുനിന്ന് നോക്കിയാൽ പോലും ആർക്കും ഈ പാർക്ക് കാണാൻ കഴിയില്ല. ഗൂഗിൾ മാപ്പിലും ഇല്ല. പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തു വെച്ചത്? ഇനി ആൾക്കാരെ നന്നാക്കാനാണോ, ഫണ്ട് അടിച്ചു മാറ്റാനാണോ, എന്ത് കാര്യത്തിലാണെന്ന് ഒരു പിടിയില്ല. ഏതെങ്കിലും ഒന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണം.